പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമീൻ. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നല്ലതും മനോഹരമായ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന നാഥനെ. അവിടുത്തെ പ്രിയമക്കളായ അടിയങ്ങൾക്ക് ഈ വിശുദ്ധ ദിവസം സൂം പ്ലാറ്റ്ഫോമിലൂടെ ഒരുമിച്ച് കൂടുവാനും അങ്ങയെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും നൽകിയിരിക്കുന്ന കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയമക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷയുടെ ആദ്യവസാനം അവിടെ ദൈവമായി സാന്നിധ്യം കൂടിയിരിക്കണമെന്ന് മശിയായുടെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. ദൈവനാമ സ്തുതിക്കും മോത്തനുമായി ക്രിസ്തീയ ഗീതങ്ങളിൽ 353 ഗീതം, ലിറിക്സ് 353. Audible? Yes. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ.
ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. യേശു പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. കർത്താവ് പറയുന്നു, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. ഞങ്ങൾ വായനന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദ്യെങ്കിലും എപ്പോഴെന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. തൃത്വത്തിനോ സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്നത് നിന്നിൽ മാത്രമാകുന്നുവല്ലോ. ഈ ആരാധനയുടെ സമയത്ത് നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തിരണമേ. നിന്റെ ആത്മീയങ്ങളെ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ വിശുദ്ധമായ ശാന്തസമയം ദൈവികാരങ്ങളെ ഞങ്ങൾക്ക് പ്രയോജനമായി തീരുവാനും നീ ഞങ്ങൾക്ക് ജീവൻ തന്നിരിക്കുന്ന വേലയെ തികയ്ക്കേണ്ടതിന് ഞങ്ങളെ പുതുക്കി ശക്തിയിരിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. നമുക്ക് പാവമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മില്ലാതെയായി നമ്മുടെ പാവങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാവങ്ങളെ ക്ഷമിച്ച് സകല നിധിയും പൊക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കോണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാവം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകർന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ ശ്രദ്ധാമം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാവൊഴികെ സർതുല്യമായി പരീക്ഷിക്കപ്പെട്ടത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാവങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. മൂന്നാമത്തെ പ്രാർത്ഥന ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ. എന്നെ നന്നായി കഴിയണമേ. എന്റെ പാവം നീക്കി എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എന്റെ പാവം എപ്പോഴും നിന്നോട് തന്നെ പാപം ചെയ്തു. ഞാൻ ചെയ്തിരിക്കുന്നു. ദൈവമേ, സ്ഥിരമായ ആത്മാവിനെ എനിക്കണമേ. നിരാശയുടെ സന്തോഷം എനിക്ക് മനസ്സിലുള്ള സർവാശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, പാവങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്ന അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ആമീൻ.
ഇന്നത്തേക്കുള്ള പ്രത്യേകമായ അപേക്ഷ. പരിസ്ഥിതി ഞാൻ സൃഷ്ടി ദൈവത്തിന്റെ മഹത്വം വർണ്ണിക്കുന്നു. സൃഷ്ടാതാവായ ഞങ്ങളുടെ ദൈവമേ, നിന്റെ സൃഷ്ടിയുടെ ധന്യവും സമൃദ്ധവുമായ അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ മഹത്വം വർണ്ണിക്കുന്ന നിന്റെ സൃഷ്ടിയോട് ചേർന്ന് ഞങ്ങൾ നിന്റെ വിശുദ്ധനാമത്തെ പുകഴ്ത്തുകയും നിനക്ക് നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. നിന്റെ സൃഷ്ടിയുടെ വിശുദ്ധ കാര്യവിചാരന്മാരായി നീ ഞങ്ങളെ വിളിച്ചിരിക്കുന്നു. എന്നാൽ ഞങ്ങളാവട്ടെ നിന്നോടും നിന്റെ സൃഷ്ടിയോടുമുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിനും അമ്പയെ പരാജയപ്പെട്ടിരിക്കുന്നു. ഞങ്ങളെ സകല ദുഷ്ടതയിൽ നിന്ന് വിടുവിച്ച് നിന്റെ വിശുദ്ധ കൈപ്പണിയായിരിക്കാൻ സഹായിക്കണമേ. പ്രകൃതിയോടിണങ്ങി ജീവിപ്പാൻ ആവശ്യമായ വിവേകം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെ നിന്റെ സൃഷ്ടിയുടെ മഹത്വവും നന്മ അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി എന്നേക്കും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഇന്നത്തേക്കുള്ള പാഠഭാഗങ്ങൾ വായിക്കുന്നു. പഴയ നിയമ വേദഭാഗം, ഫസ്റ്റ് ലെസൺ. The first lesson for today comes from the book of Proverbs, chapter 8, verses 22 to 31. The book of Proverbs, chapter 8, verses 22 to 31. The Lord created his work, the first of his act of long ago. Ages ago I was set up at the first, before the beginning of the earth. When there were no depths, I was brought forth. When there were no springs abounding with water. Before the mountains had been shaped, before the hills I was brought forth. When he had not yet made earth and fields, or the world's first bit of soil. When he established the heavens, I was there. When he drew a circle on the face of the deep. When he made firm the skies above. When he established the fountains of the deep. When he assigned to the sea its limit, so that the waters might not transgress his command. When he marked out the foundations of the earth, then I was beside him like a master worker, and I was daily his delight, rejoicing before him always, rejoicing in his inhabited world and delighting in human race. ദൈവത്തിനൊക്കെ സ്തോത്രം ഉണ്ടാകട്ടെ. ഇന്നത്തേക്കുള്ള സങ്കീർത്തനം 19-ാം സങ്കീർത്തനം, Psalms 19. ആന്റി അൺമ്യൂട്ട് ചെയ്യണം. ആന്റി അൺമ്യൂട്ട് ചെയ്യണേ, റേച്ചൽ ആന്റി. പകൽ പകലിന് വാക്ക് പഠിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. ഭൂമിയിൽ എല്ലായിടവും അതിന്റെ അളവ് നൂലും ഭൂതലത്തിന്റെ അറ്റത്തോളം അതിന്റെ വചനങ്ങളും ചെല്ലുന്നു. അവിടെ അവൻ സൂര്യൻ ഒരു കൂടാരം അടിച്ചിരിക്കുന്നു. അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളിന് തുല്യം. വീരനെ പോലെ തന്റെ ഓട്ടം ഓടുവാൻ സന്തോഷിക്കുന്നു. ആകാശത്തിന്റെ അറ്റത്തു നിന്ന് അതിന്റെ ഉദയവും അറുതി വരെ അതിന്റെ അയനവുമാകുന്നു. അതിന്റെ ഉഷ്ണമേൽക്കാതെ മറിഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത്, അത് എന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവയൊട്ടൊഴിയാതെ നീതിയുള്ളവയാവുന്നു. അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേങ്കട്ടയിലും മധുരമുള്ളവ. അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു. അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആർ? മറിഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണമേ. സ്വമേധാപാപങ്ങളെ അകറ്റി അടിയനെ കാക്കേണമേ. അവ എന്റെ മേൽ വാഴരുതേ. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാപരഹിതനുമായിരിക്കും. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. 3 വിശുദ്ധ യുവാക്കന്മാരുടെ പാട്ട്,
പ്രതിവാക്യവുമായിട്ട് ഏറ്റുചൊല്ലാം. ബെനഡിക്റ്റ്. കർത്താവിന്റെ സകല സൃഷ്ടികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, അവനെന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. കർത്താവിന്റെ ദൂതന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ, അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. ആകാശങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ, ആകാശവിധാനത്തിലുള്ള വെള്ളങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ. കർത്താവിന്റെ സർവശക്തികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, സൂര്യചന്ദ്രന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ. ആകാശ നക്ഷത്രങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ, മഴയും മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ദൈവത്തിന്റെ കാറ്റുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, അഗ്നിയും ഉഷ്ണവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ശീതകാലം ഉഷ്ണകാലവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, മഞ്ഞു ഉറച്ച മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ഉറച്ച മഞ്ഞും ശീതവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, ഉറച്ച വെള്ളവും ഹിമവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. രാപ്പകലുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, ഇരുൾ വെളിവുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. മിന്നലും മേഘങ്ങളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. ഭൂമി കർത്താവിനെ വാഴ്ത്തട്ടെ, അത്രയുമല്ല അവനെന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തട്ടെ. പർവ്വതങ്ങളും കുന്നുകളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, ഭൂമിയിലെ സകല സസ്യവർഗങ്ങളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. കിണറുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, സമുദ്രങ്ങളും നദികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. വെള്ളത്തിൽ ചരിക്കുന്ന തിമിംഗലാദി ജന്തുക്കൾ സകലവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, ആകാശത്തിലെ സകല പറവുകളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. സകല മൃഗങ്ങളും കന്നുകാലികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, മനുഷ്യമക്കളെ കർത്താവിനെ വാഴ്ത്തുവിൻ. ഇസ്രായേൽ കർത്താവിനെ വാഴ്ത്തട്ടെ, അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തട്ടെ. കർത്താവിന്റെ പുരോഹിതന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ, കർത്താവിന്റെ ദാസന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ. നീതിമാന്മാരുടെ ആത്മാക്കളും ദേഹികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, ഹൃദയശുദ്ധിയും വിനയമുള്ള മനുഷ്യരെ കർത്താവിനെ വാഴ്ത്തുവിൻ. അനന്യാവസിയാവും ഈശാലുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, അവനെന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. ദൈവത്തിനെ നമുക്ക് വാഴ്ത്താം, അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്താം. കർത്താവേ, സ്വർഗീയ മണ്ഡലം നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു, നീ എന്നേക്കും സ്തുതിക്കപ്പെടുന്നവനും എല്ലാറ്റിനും മീതെ മഹോന്നതനും ആകുന്നുവല്ലോ. ഇപ്പോൾ രണ്ടാം പാഠം വായിക്കുന്നു. സെക്കൻഡ് ലെസൺ. The second lesson for today is taken from Revelation chapter 21 verses 1 to 8. Revelation chapter 21 verses 1 to 8. Then I saw a new heaven and a new earth. The first heaven and the first earth disappeared, and the sea vanished. And I saw the Holy Spirit, the New Jerusalem, coming down out of heaven from God, prepared and ready, like a bride dressed to meet her husband. I heard a loud voice speaking from the throne. Now God's home is with mankind. He will live with them, and they shall be his people. God himself will be with them, and he will be their God. He will wipe away all tears from their eyes. There will be no more death, no more grief, or crying or pain. The old things have disappeared. Then the one who sits on the throne said, "And now I will make all things new." He also said to me, "Write this, because these words are true and can be trusted." And he said, "It is done. I am the first and the last, the beginning and the end. To anyone who is thirsty, I will give the right to drink from the spring of water of life without paying for it. Whoever wins the victory will receive this from me. I will be his God, and he will be my son. But cowards, traitors, perverts, murderers, the immoral, those who practice magic, those who worship idols, and all liars, the place for them is the lake burning with fire and sulfur, which is the second death. Thanks be to God. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പീൻ.
Gospel according to St. Luke chapter 8, verses 22 to 25. ഒരു ദിവസം അവൻ ശിഷ്യന്മാരുമായി പടകിൽ കയറി നാം തടാകത്തിന്റെ അക്കരെ പോക എന്ന് അവരോട് പറഞ്ഞു. അവർ നീങ്ങിയോടുമ്പോൾ അവർ ഉറങ്ങിപ്പോയി. തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി അടുക്കൽ ചെന്ന് നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിന്റെ കോപത്തെയും ശാസിച്ചു. അവ അവർന്നു ശാന്തത ഉണ്ടായി. പിന്നെ അവരോട് നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് പറഞ്ഞു. അവരോ ഭയപ്പെട്ടു. ഇവനാർ? അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് തമ്മിൽ പറഞ്ഞു ആശ്ചര്യപ്പെട്ടു. ഇത് ക്രിസ്തുവിന്റെ സുവിശേഷം. ക്രിസ്തുവെ സഭയുടെ പാട്ട് പ്രതിവാക്യമായിട്ട് ഏറ്റുചൊല്ലാം. TDM. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ് നീയാകുന്നു, ഞങ്ങൾ അനുസരിച്ചു കൊള്ളുന്നു. നിത്യപിതാവായ നിന്നെ ഭൂമിയെല്ലാം വന്ദിക്കുന്നു. സകല ദൈവദൂതന്മാരും പരമണ്ഡലങ്ങളും അവയിലുള്ള സകല അധികാരങ്ങളും നിന്ന് നോക്കിയാർക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ പ്രാമത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് കെരൂബുകളും സറാഫുകളും നിന്നെ നോക്കി ഇടപെടാതെ ആർക്കുന്നു. അപ്പോസ്തലന്മാരുടെ പ്രവാസം നിന്നെ സ്തുതിക്കുന്നു. പ്രവാചകന്മാരുടെ ഉത്തമ സംഘം നിന്നെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശേഷം നിന്നെ സ്തുതിക്കുന്നു. അളവില്ല നിന്റെ വന്യനായ സത്യപുത്രനെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെയും ലോകത്തിലുള്ള അവസ്ഥ അനുസരിച്ചു കൊള്ളുന്നു. ക്രിസ്തുവേ, നീ മഹത്വത്തിന്റെ രാജാവാകുന്നു. നീ പിതാവിന്റെ നിത്യപുത്രനാകുന്നു. മനുഷ്യരക്ഷിപ്പാൽ നീ ഫലമറ്റപ്പോൾ കന്യയുടെ ഗർഭത്തെ വേർത്തില്ല. നീ മരണത്തിന്റെ മൂർച്ചയെ ജയിച്ചപ്പോൾ എല്ലാ വിശ്വാസികൾക്കും സ്വർഗരാജ്യത്തെ തുറന്നു. നീ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് പിതാവിന്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. ആകിയാൽ നിന്റെ വിലയേറിയ രക്തം കൊണ്ട് നീ വീണ്ടെടുത്തതാ നിന്റെ അടിയാർക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവരെ എന്നേക്കുമുള്ള മഹത്വത്തിൽ നിന്റെ വിശുദ്ധന്മാരോട് കൂടെ എണ്ണിക്കൊള്ളുന്നമേ. കർത്താവേ, നിന്റെ ജനങ്ങളെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. അവരെ ഭരിച്ചെന്നേക്കും അവരെ ഉയർത്തണമേ. ദിനം പ്രതി ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ നാമത്തെ കാലാവസ്ഥാനം കൂടാതെ ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങളെ പാപം കൂടാതെ കാത്തരളയണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങൾ നിങ്ങൾ ആശ്രയിക്കുന്ന പ്രകാരം നിന്റെ കരുണ ഞങ്ങളുടെ മേലുണ്ടായിരിക്കണമേ. കർത്താവേ, ഞാൻ നിങ്ങൾ ആശ്രയിച്ചിരിക്കുന്നു. ഞാൻ ഒരിക്കലും ലജ്ജപ്പെടരുതേ. കീർത്തനം 381, hymn number 381, stanzas 1, 2 and 6. Amen.
ദൈവാത്മാവെന്നെ പഠിപ്പിച്ചു തന്നെ ദിവസവും താൻ അനുസരിക്കുകയും എന്നുടെ പ്രിയ രക്ഷകനീശു തന്നിടും എപ്പോഴും എൻ യാചനാകം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനും ലോകരക്ഷിതാവുമായിരിക്കുന്ന യേശു കർത്താവേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പരിസ്ഥിതി ഞായറാഴ്ചയായി അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ അവിടുത്തെ കൃപ നൽകുന്നതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ലഭ്യമായിരിക്കുന്ന ഈ പ്രകൃതിയെ സംരക്ഷിക്കുവാനും പരിപാലിക്കുവാനും അവിടെ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ നാഥൻ ക്ഷമിക്കണമേ. അല്പസമയം തിരുവചനം ധ്യാനിക്കുമ്പോൾ സ്വർഗീയ ആലോചനകളാൽ ധന്യമാക്കണമേ. ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ വിശുദ്ധ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയ മക്കളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പ്രിയ മക്കളെ സ്വർഗീയ അനുഗ്രഹത്താൽ ധന്യമാക്കണമെന്ന് യേശു തമ്പുരാന്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. ദൈവനാമത്തിനു മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പരിസ്ഥിതി ഞായറാഴ്ചയായി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം ശക്തീകരിക്കുന്ന വൻകുറവയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം. ഇന്ന് വായിച്ചതായ 19-ാം സങ്കീർത്തനം 1-ാം വാക്യം. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. സൃഷ്ടി ദൈവത്തിൻ്റെ മഹത്വം വർണ്ണിക്കുന്നു. ക്രിയേഷൻ പ്രൊക്ലെയിംസ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. ഐക്യരാഷ്ട്ര സഭ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി 1973 മുതൽ ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആചരിക്കണമെന്ന് എല്ലാ രാജ്യങ്ങളോടും ആവശ്യപ്പെടുകയായി. എന്നാൽ ജൂൺ മാസത്തെ 2-ാമത്തെ ഞായറാഴ്ച പരിസ്ഥിതി ഞായറാഴ്ചയായി സഭ ആചരിക്കുന്നു. അതുകൊണ്ട് CSI സഭയിലെ എല്ലാ ജനങ്ങളും പരിസ്ഥിതിയുടെ പ്രാധാന്യം മനസ്സിലാക്കി പ്രവർത്തിക്കണം. നമുക്കറിയാം, നമ്മുടെ സിനഡ് തലത്തിലും മഹായിടവ തലത്തിലും പ്രാദേശിക ഇടങ്ങളിലും പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത പ്രാധാന്യത്തെക്കുറിച്ച് വളരെയധികം നമ്മെ ബോധവൽക്കരിക്കുന്നുണ്ട്. ദൈവം സൃഷ്ടിച്ച എല്ലാ ജീവജാലങ്ങൾക്കും താമസിക്കാൻ പറ്റിയ ആവാസ വ്യവസ്ഥ നൽകിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു ഇക്കോസിസ്റ്റം ഉണ്ട്. ആ ഇക്കോസിസ്റ്റം അനുസരിച്ച് നാം മുന്നോട്ട് പോകണം. ഓരോ ജീവജാലങ്ങൾക്ക് സന്തോഷവും സമാധാനവും ലഭിക്കുന്നത് ദൈവം നൽകിയിരിക്കുന്ന ആവാസ വ്യവസ്ഥയിൽ കഴിയുമ്പോഴാണ്. പണ്ട് മുതൽ നാം കേൾക്കുന്ന പദമാണ് മനുഷ്യൻ പ്രകൃതിയെ കീഴടക്കി. പക്ഷെ ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ മതി, പ്രകൃതി വേണ്ട. ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹ്യൂമൻ സെൻറ്റേർഡ് ആണ്. ഇന്ന് മനുഷ്യന് പ്രകൃതി വേണ്ട, മനുഷ്യൻ മതി. നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ പരിസ്ഥിതി ദിനം, പരിസ്ഥിതി സംരക്ഷണം വേണ്ടത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. എന്നാൽ പരിസ്ഥിതി നമ്മുടെ ഭാഗമായിരുന്നു. ചിലരെങ്കിലും കവുങ്ങിൻ്റെ പാളയിൽ കിണറ്റിലെ വെള്ളം കൊണ്ട് കുളിപ്പിച്ചത് ഈ സമയത്ത് ഓർക്കുന്നുണ്ട്. കുളിക്കുന്നത് വീടിന് പുറത്താണ്, പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തില്ല. കവുങ്ങിൻ്റെ പാള പ്രകൃതിയുടെ ഭാഗമാണ്. കിണറ്റിലെ വെള്ളം
അത് ശുദ്ധജലമാണ്, പ്രകൃതിയുടെ ഭാഗമാണ്. ആ ഒരു സാഹചര്യത്തിൽ പ്രകൃതി സംരക്ഷണം പറഞ്ഞു പഠിപ്പിക്കേണ്ടതായ സാഹചര്യമില്ല. അത് നാം എല്ലാവരും പരിസ്ഥിതിയുടെ ഭാഗമായിട്ട് പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേർന്ന് കഴിഞ്ഞ ഒരു ജീവിതശൈലിയായിരുന്നു. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊരു പദമാണ് പുരയിടം. പുരയിടം എന്ന് പറയുമ്പോൾ ഒരു പുരയും അതിൻ്റെതായ ഇടവും. അവിടെ വീടുണ്ട്, തെങ്ങുണ്ട്, മാവുണ്ട്, പ്ലാവുണ്ട്, പൂച്ചയുണ്ട്, കോഴിയുണ്ട്, ആടുണ്ട്, തോടുണ്ട്, മീനുണ്ട്, ധാരാളം കിളികളുണ്ട്. ഇവയെല്ലാം ഉള്ളതാണ് പുരയിടം. എന്നാൽ ഇന്ന് ആ സാഹചര്യം മാറി. അതിന് പകരമായിട്ട് കോൺക്രീറ്റ് കെട്ടിടങ്ങളും ആർട്ടിഫിഷ്യലായിട്ടുള്ള കുളങ്ങളും തോടുകളും ഉണ്ടായി. ഒരു കാലത്ത് തോട്ടിൽ അല്ലെങ്കിൽ കുളത്തിൽ കുളിച്ചിരുന്നതായ നമ്മൾ ഇന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് മാറി. നമ്മുടെ പുരയിടത്ത് കിളികളും പറവുകളൊക്കെ വന്നിരുന്നുവെങ്കിൽ നമ്മൾ ഇന്ന് ലവേഴ്സിനെ പോലെയുള്ള കിളികളെ കൂട്ടിലിട്ടാണ് വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നിരവധിയാണ്. നാം പരിസ്ഥിതി പ്രശ്നത്തെ കാണുന്നത് ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളായിട്ടാണ്. പലപ്പോഴും നാം ആയിരിക്കുന്ന ചുറ്റുപാടുകളെ സംബന്ധിച്ച് ചിന്തിക്കാതെ പലപ്പോഴും മറ്റ് രാജ്യങ്ങളെക്കുറിച്ചും മറ്റ് മേഖലകളെക്കുറിച്ചുമാണ് നാം ചിന്തിക്കുന്നത്. മധ്യപ്രദേശിലെ കാടുകളെക്കുറിച്ചും ഗുജറാത്തിൽ വെള്ളം കിട്ടാത്ത സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നാം ചിന്തിക്കുന്നത്. ഇന്ന് പരിസ്ഥിതി ഞായറാഴ്ചയായി ഞാനും നിങ്ങളും ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളിലേക്ക്, നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കണം. കേരള ഗവൺമെന്റ് 3 മേഖലകളെ സംരക്ഷിക്കണമെന്ന് വ്യക്തമായിട്ട് പറയുന്നു. ഒന്ന് ജല സംരക്ഷണം, മറ്റൊന്ന് കൃഷി സംരക്ഷണം, മറ്റൊന്ന് ശുചിത്വം പാലിക്കുക. കൂടാതെ വനം, ആരോഗ്യം സംരക്ഷിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യരുടെ ആരോഗ്യം പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസം ഒരു ന്യൂ ജനറേഷൻ കുട്ടി തൻ്റെ പിതാവിനോട് ചോദിച്ചു, പൈപ്പിൽ വെള്ളം കിട്ടുന്നുണ്ടല്ലോ, പിന്നെന്തിനാണ് കിണർ, തോട്, കുളം? ആഗോളയാവുമായി നാം ചിന്തിക്കുമ്പോൾ ശുദ്ധജലം കിട്ടാത്ത അവസ്ഥയിലേക്ക് നാം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ തോടുകൾ, നമ്മുടെ പുഴകൾ, നമ്മുടെ നദികൾ, നമ്മുടെ കൃഷിയെല്ലാം നശിച്ചു. എന്നാൽ ഈ തോടുകളെ, പുഴകളെ, നദികളെ എങ്ങനെ സംരക്ഷിക്കാം? ഞാൻ ഹൈദരാബാദ് വന്നപ്പോൾ പലപ്പോഴും കാണുന്ന ഒരു സീനാണ്, ജൂൺ മാസം 5-ാം തീയതി സേവ് റിവർ എന്ന് പറഞ്ഞ് നീല ടീഷർട്ടൊക്കെ പിടിച്ച് ബാനർ പിടിച്ചിരിക്കുന്ന നിരവധി ആൾക്കാർ. അപ്പോൾ നമ്മൾ ഒരു പരിസ്ഥിതി ദിനത്തിൽ ഒരു പോസ്റ്റർ പിടിച്ചുകൊണ്ട് മാത്രമല്ല പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത്. നമ്മുടെ കൃഷി നശിക്കുന്നു, ജൈവ വൈവിധ്യം നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ജൈവസമ്പത്തായ മീൻകൂട്ടം നഷ്ടമായി എന്ന് കഴിഞ്ഞ ദിവസം ഒരു ആർട്ടിക്കിൾ ഞാൻ വായിക്കുകയുണ്ടായി. അതിനൊരു ഭക്ഷ്യസുരക്ഷ ആവശ്യമാണ്. ഇതെല്ലാം സാധ്യമായി തീരണമെങ്കിൽ കൂട്ടായ നിർവഹണം സാധ്യമായി തീരണം. നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ ജലം മലിനമാകുന്നു, നമ്മുടെ വായു മലിനമാകുന്നു, മണ്ണ് മലിനമാകുന്നു. ഇതിൻ്റെ ഭാഗമായി ശരീരം മലിനമാകുന്നു. എപ്പോഴെല്ലാം ശരീരം മലിനമാകുന്നുവോ അപ്പോഴെല്ലാം നാം ശുദ്ധിയാകുവാൻ കുളിക്കാറുണ്ട്. നമുക്കറിയാം, ഈ കോവിഡ് കാലഘട്ടത്തിൽ നാം ധാരാളമായിട്ട് കുളിക്കാറുണ്ട്. അതുകൊണ്ട് നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ എപ്രകാരം ആയിരിക്കുന്നു എന്നുള്ള ചിന്ത മനസ്സിലാക്കണം. പ്രകൃതിയോടുള്ള ബന്ധത്തിൽ ഒരു സ്പിരിച്വൽ ബാത്ത്, ആത്മീയ കഴികൾ ഉണ്ടാകണം. ശുചിത്വം എന്ന് പറയുന്നത് ദുശീലങ്ങൾ മാറ്റുവാൻ തയ്യാറാകുക എന്നതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ മനോഭാവം, ആറ്റിറ്റ്യൂഡ് മാറ്റുന്നതിലൂടെയാണ് പ്രബുദ്ധത കൈവരിക്കുന്നത്. നമുക്കറിയാം,
ഈ കോവിഡ് കാലഘട്ടത്തിൽ നാം പുറത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അശുദ്ധമാകുന്നു, അല്ലെങ്കിൽ രോഗങ്ങൾ പകരുമെന്ന് ചിന്തിച്ച് നാം നിരവധി പ്രാവശ്യം കുളിക്കാറുണ്ട്. എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്നാണ് ഗവൺമെന്റിന്റെ പോളിസി. അതുകൊണ്ട് ഒരു സ്പിരിച്വൽ ബാത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതമാണ്. ദൈവത്തോടുള്ള ബന്ധത്തിൽ പ്രകൃതിയെ കാണുവാൻ നാം ശ്രമിക്കണം. നമ്മൾ പ്രാർത്ഥന നിരന്തരമായി പ്രകൃതിയിലേക്ക് ഒന്ന് ഇറങ്ങണം. ഒരു സ്പിരിച്വൽ ബാത്ത് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ മനസ്സിലെ കറകൾ നീക്കണമെങ്കിൽ, മാറണമെങ്കിൽ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥന നിരതരായി ദൈവം തന്ന പ്രകൃതിയെ സ്നേഹിക്കുവാനും കരുതുവാനും നാം തയ്യാറാകണം. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയായി പ്രകൃതിയിലേക്ക് ഇറങ്ങണം. എല്ലാ ജീവിതാനുഭവങ്ങളുടെയും നേർക്കാഴ്ച പ്രകൃതി തന്നെയുണ്ട്. പ്രകൃതിയിലേക്കുള്ള മടക്കയാത്രയാണ് പരിസ്ഥിതി ഞായർ. 19-ാം സങ്കീർത്തനം പഠിപ്പിക്കുമ്പോൾ ഇപ്രകാരം അവിടെ പറഞ്ഞിരിക്കുക: സൃഷ്ടി ദൈവത്തിന്റെ മഹത്വത്തെ പ്രസ്താവിക്കുന്നു, അവിടുത്തെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു, വാക്കുപൊഴിക്കുന്നു, അറിവ് നൽകുന്നു, ഭൂമിക്ക് ജീവൻ പകരുന്നു, ശാന്തി വരുത്തുന്നു. യഹോവയാം ദൈവം ഈ പ്രകൃതിയെ സൃഷ്ടിച്ചുവെങ്കിൽ, ഈ പരിസ്ഥിതിയെ സൃഷ്ടിച്ചുവെങ്കിൽ നാം മനസ്സിലാക്കേണ്ടതായ ചിന്ത, സൃഷ്ടി ദൈവത്തിന്റെ മഹത്വത്തെ പ്രസ്താവിക്കുകയാണ് ചെയ്യുന്നത്. അവിടുത്തെ കൈവേലയെ പ്രസിദ്ധമാക്കുകയാണ്. വാക്കുപൊഴിക്കുന്നു, അറിവ് നൽകുന്നു, ഭൂമിക്ക് ജീവൻ പകർന്നു, ശാന്തി വരുത്തുന്നു. എല്ലാം പ്രകൃതിയിൽ നിന്നാണ് നമുക്ക് ലഭ്യമായി തീരുന്നത്. നാം പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന അനുഭവങ്ങളാണ് നമ്മെ ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. പ്രകൃതിയുടെ മനോഹാരിതയുടെ ഭാഗമായി കോട്ടയത്ത് നിന്നും പാല ഇടുക്കി റൂട്ടിൽ ഒരു ഗവൺമെന്റ് പ്രോജക്റ്റ് ഉണ്ട്, വഴി കാട്ടാൻ വാഗമൺ. പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ്. മനോഹരമായ ഭൂപ്രകൃതി. അവിടെ ചെല്ലുന്ന ആരുടെയും മനം കുളിർക്കെ പ്രകൃതി ഭംഗി ആസ്വദിക്കുവാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഗവൺമെന്റ് വഴി കാട്ടാൻ വാഗമൺ എന്ന പ്രോജക്റ്റ് വളരെയധികമായി നല്ല രീതിയിൽ സംരക്ഷിച്ച് പ്ലാസ്റ്റിക് നിരോധിത മേഖലയാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കോവിഡ് കടന്നു വന്നത്. പക്ഷേ ഈ കോവിഡ് സമയത്ത് അവിടെ പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റ് ആരോ കൊണ്ട് നിക്ഷേപിച്ചു, കൂടാതെ ചിക്കന്റെ വേസ്റ്റ് നിക്ഷേപിച്ചു. ആ പ്രദേശത്ത് ദുർഗന്ധം വഹിക്കാൻ തുടങ്ങി. പ്രിയമുള്ളവർ, നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ഗവൺമെന്റ് നമ്മോട് ആവശ്യപ്പെടുന്നത് എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം. പക്ഷേ പലപ്പോഴും നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ മറന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. കോവിഡ് രോഗം പടർന്നപ്പോൾ ശീലങ്ങൾ തിരിച്ചു വരാൻ തുടങ്ങി. എന്നാൽ ചിലർ ശീലങ്ങൾ നഷ്ടപ്പെടുത്തി. SMS നമുക്കറിയാം, സോപ്പ്, മാസ്ക്, സാനിറ്റേഷൻ. അതുകൊണ്ട് നമ്മുടെ മനോഭാവത്തിൽ മാറ്റം വരുത്തണം. ദൈവം നൽകിയിരിക്കുന്നതായ പ്രകൃതിയെ സംരക്ഷിക്കുവാൻ ഞാൻ നിങ്ങളും തയ്യാറാകണം. നമ്മുടെ കേരളത്തിലൊക്കെയും തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഏതാണ്ട് അനേകം തോടുകൾ വീണ്ടെടുത്തു. 86 കിലോമീറ്ററും 42,000 കിലോമീറ്ററും നഷ്ടപ്പെട്ടതായ തോടുകൾ വീണ്ടെടുത്തതായിട്ട് ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചു. അതാ ഈ തോടുകൾ വീണ്ടെടുത്തത്, ഈ തോടുകളിലാണ് അനേകർ മാലിന്യം നിക്ഷേപിച്ചത്. പുഴ വീണ്ടെടുത്തതിനെ കുറിച്ച് വായിച്ചപ്പോൾ, ഈ പുഴ വീണ്ടെടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കോട്ടയം മീനച്ചിലാൽ അതിൻ്റെ ഒരു ഭാഗം വളരെ മാലിന്യം നിറഞ്ഞതായ അവസ്ഥയിലായിരുന്നു. അതുപോലെ കാട്ടാർ 5000 ഏക്കർ കൃഷിയാണ് തിരിച്ചു വന്നത്. അതിന്റെ ഭാഗമായിട്ട് ഈ കോവിഡ് കാലഘട്ടത്തിൽ കഴിഞ്ഞ വർഷം തന്നെ ചില പഞ്ചായത്തുകൾ അവർ കൂട്ടായ പ്രയത്നത്തിലൂടെ കൃഷി ചെയ്തു. അതുകൊണ്ട് നല്ല ഇനം നെല്ല് ഉൽപ്പാദിപ്പിക്കുവാൻ സാധിച്ചു. ഏതാണ്ട് 18 പഞ്ചായത്തുകളോളം ഒരുമിച്ച് ചേർന്ന്
അവരുടെ തൊഴിലുറപ്പിന്റെ ഭാഗമായിട്ടും കുടുംബശ്രീയുടെ ഭാഗമായിട്ടും ഒന്നിച്ചു നിന്നപ്പോൾ നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കുവാനുള്ളതായ ശ്രമം ഉണ്ടായി. അതുകൊണ്ട് ഒരുപക്ഷെ നമ്മുടെ ഇനി നാട്ടിൽ ചെന്നാൽ ലഭിക്കും ആറന്മുള റൈസ്. ഒരു കാലഘട്ടത്തിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ളതായ അരിയായിരുന്നു, അത് നഷ്ടപ്പെട്ടു പോയി. പിൽക്കാലത്ത് കൂട്ടായ യജ്ഞത്തിലൂടെ അത് വീണ്ടെടുത്തു. ഇരുവിനേരൂർ റൈസ്, അതുപോലെ ചെറിയനാട് റൈസ്, ഇതൊക്കെ ഒത്തിരി പാടശേഖരങ്ങൾ ഉണ്ടായിരുന്നതാണ്. പക്ഷെ നഷ്ടപ്പെട്ടു പോയതിനെ കുറച്ചൊക്കെ തിരിച്ചു പിടിക്കാൻ സാധിച്ചു. ഏതാണ്ട് 52,000 ഹെക്ടർ ഭൂമിയിൽ കൃഷി ചെയ്തപ്പോൾ അവർ കൂടുതലായിട്ടുള്ള വർധനവുണ്ടായി. കുടമൺ റൈസ്. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിരന്തരമായ പരിശ്രമത്തിലൂടെ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുവാൻ സാധിക്കും. നമ്മുടെ തോടുകൾ, നദികൾ, നമുക്ക് ലഭിച്ചിരിക്കുന്ന വിഭവസമ്പത്ത് സംരക്ഷിക്കുന്നതിലൂടെ ഞാനും നിങ്ങളുമാണ് ശുദ്ധിയായി തീരുന്നത്. അതുകൊണ്ട് പോസിറ്റീവായ ചില ചിന്തകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. നമ്മളിന്ന് അറിയാം, ഇന്ന് വായിച്ചതായ സദൃശവാക്യങ്ങളായിക്കോട്ടെ, സങ്കീർത്തന വേദഭാവമായിക്കോട്ടെ, സുവിശേഷ വേദഭാവത്തൊക്കെ പ്രകൃതിയുമായിട്ടുള്ള ചിന്തകളാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ശുചിത്വം നമ്മളിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ പരിസ്ഥിതിയുമായിട്ടുള്ള ബന്ധത്തിലാണ്. അതുകൊണ്ട് നമ്മുടെ ദുശീലങ്ങൾ മാറ്റുവാൻ നാം തയ്യാറാകുമ്പോൾ നമ്മുടെ സമൂഹമായിട്ടാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. ഇന്ന് ഹരിത കർമ്മസേനകൾ നിരവധിയാണ്. പഞ്ചായത്ത് തലത്തിൽ നമുക്കറിയാം, കേരളത്തിലാണെങ്കിൽ നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഉപേക്ഷിക്കുമ്പോൾ അത് ശേഖരിക്കുവാൻ വേണ്ടി ഹരിതസേനകൾ നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരും. 30 രൂപയാണ് നാം അവർക്ക് നൽകേണ്ടത്. പക്ഷേ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്, കുപ്പിയും കൊടുക്കണം, 30 രൂപയും കൊടുക്കണം. കാരണം നമ്മുടെ മനോഭാവം മാറ്റുവാൻ നാം തയ്യാറാകുന്നില്ല. നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നതിലൂടെയാണ് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുവാൻ നമുക്ക് സാധ്യമായി തീരുന്നത്. ഇന്ന് പലപ്പോഴും വലിച്ചെറിയൽ സംസ്കാരമാണ് നാം കാണുന്നത്. നമ്മുടെ ഹൈദരാബാദ് സിറ്റിയിലാണെങ്കിൽ പോലും മാലിന്യങ്ങൾ, വേസ്റ്റ് അത് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യത്തെക്കുറിച്ച് ഉന്നതമായിട്ടുള്ള ചിന്തയുണ്ടാകണം. കോവിഡ് നമ്മുടെ പല പാഠങ്ങൾ പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് വായിച്ചതായ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 8 വരെ പുതിയ ആകാശങ്ങളെ കയ്യെത്തി പിടിക്കുവാൻ പുതിയ ഭൂമിയിൽ കഴിയുന്ന സർവശക്തൻ വിഭാവനം ചെയ്യുന്ന സ്വർഗരാജ്യ സങ്കല്പത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കണം. ഇവിടെ പറയുന്ന ഒരു ചിന്തയുണ്ട്, മനുഷ്യന്റെ പ്രവൃത്തി ദോഷം കൊണ്ട് മലിനപ്പെട്ട ഒന്നാമത്തെ ഭൂമിയും മലിനമായ അന്തരീക്ഷം നിറഞ്ഞ നിൽക്കുന്ന ആകാശം ഇനിയില്ല എന്നുള്ളതാണ്. അപ്പൊ പുതിയ ആകാശം, പുതിയ പ്രതീക്ഷകളുടെ ഉയരം വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, പുതിയ ഭൂമി എന്ന് പറയുന്നത് സമർത്ഥമായ ജീവന്റെ അടയാളപ്പെടുത്തലാണ്. എ സൈൻ ഓഫ് ആൻ അബൻഡന്റ് ലൈഫ് എന്ന് പറയുന്നത്. ഇവിടെ ഭൂമി തുറന്ന് ലാഭമുണ്ടാക്കിയവരും ഇടനിലക്കാരായി ഭൂമിയെ ഒറ്റുകൊടുത്തവരും ഈ ഭൂമിയിൽ തന്നെ ഒടുങ്ങും. അവർക്ക് പുതിയ ഭൂമിയിൽ, പുതിയ ആകാശത്തിലും മോഹരിയില്ല. കർത്താവ് നൽകിയിരിക്കുന്ന പ്രകൃതിയെ സംരക്ഷിക്കുവാൻ അതിൻ്റെ കാര്യവിചാരകത്വം നടത്തേണ്ടവരാണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്ന് പരിസ്ഥിതി ഞായറാഴ്ചയായിട്ട് ഞാനും നിങ്ങളും ദൈവസ്ഥനിലേക്ക് അടുത്ത് വരുമ്പോൾ നല്ലത് ദൈവം നോക്കിക്കണ്ട പ്രകൃതിയും ഭൂമിയും നമ്മുടെ തലമുറകളും അങ്ങനെ തന്നെ നോക്കിക്കാണണം. അതിന് ഇന്ന് നാം സംരക്ഷിച്ചേ പറ്റൂ. ഇന്ന് നമ്മുടെ കൂട്ടായ പ്രയത്നത്തിലൂടെ, ഉത്തരവാദിത്തത്തിലൂടെ മാത്രമേ നമുക്കത് സാധ്യമായി തീരുള്ളൂ. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ പുതിയ ദേവാലയം അത് എക്കോ ഫ്രണ്ട്ലി ചർച്ചായി തീരുവാൻ സാധിക്കണം. ഞാൻ കഴിഞ്ഞ നാളുകളിലൊക്കെ ഇരുന്ന ദേവാലയങ്ങളിൽ ഒരു ഭവനം ഇത്ര ചെടി വെച്ച് തന്നാൽ അവിടെ മനോഹരമായിട്ടുള്ള ഗാർഡൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അവരത് സ്വീകരിച്ചു. ഒരുപക്ഷെ നിങ്ങൾ നാട്ടിൽ പോകുമ്പോൾ ഞാൻ ഇരുന്നതായ സഭയിൽ ചോദിച്ചാൽ മതി. അതിൻ്റെ ഭാഗമായിട്ട് എക്കോ ഫ്രണ്ട്ലി ചർച്ചും പുരയിടങ്ങളൊക്കെയാണ് ലഭ്യമായി തീരുന്നത്. ദൈവം നോക്കിക്കണ്ട പ്രകൃതി ഭൂമിയും നമ്മുടെ തലമുറകളും അങ്ങനെ നോക്കിക്കാണുവാൻ സാധിക്കണം.
ചിലരെങ്കിലും പരിസ്ഥിതി എന്നതിന് പകരമായി പരിസ്ഥിതി എന്ന് തെറ്റായി പറയാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നതായ സാഹചര്യങ്ങളെ ദൈവനാമത്തിനായിട്ട് വിനിയോഗിക്കാൻ സാധിക്കട്ടെ. പണ്ടെന്നെ കേൾക്കുന്ന ദൈവജനമേ, പരിസ്ഥിതി പ്രകൃതി സംരക്ഷണ യജ്ഞങ്ങളുടെ ഭാഗമായി തീരാൻ സാധിക്കണം. തിരുവനന്തപുരം പോത്തൻകോട് എന്ന സ്ഥലത്ത് തരിശായി കിടന്നിരുന്ന ഒരു ഭൂമി ഗവൺമെന്റിന്റെ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് അവിടെ ഔഷധ സസ്യങ്ങളും മറ്റ് സസ്യങ്ങളും അതുപോലെ തന്നെ മരങ്ങളും വെച്ചുപിടിപ്പിച്ചു. ഇന്ന് അത് പ്രകൃതി രമണീയമായ കാഴ്ചയാണ്. പലരും അവിടെ പോയി അല്പസമയം കാറ്റുകൊള്ളുവാനും വിശ്രമിക്കുവാനും ശ്രമിക്കാറുണ്ട്. വളരെ ശാന്തതയാണ്. തരിശായ ഭൂമിയെ ഹരിത ഭൂമിയാക്കി മാറ്റിയ ഒരു കൂട്ടം ജനങ്ങളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. നമ്മുടെ കേരളത്തില. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഇപ്പം ഈ ഹൈദരാബാദ് ദേശത്ത് സാധ്യമല്ല എങ്കിലും നമുക്ക് ലഭിച്ചിരിക്കുന്നതായ സാഹചര്യത്തെ അത് മലിനമാക്കാതെ അത് സംരക്ഷിക്കുവാൻ നമുക്ക് സാധ്യമായി തിരിക്കണം. അതോട് പറയാണ് അവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, സൃഷ്ടി ദൈവത്തിന്റെ മഹത്വത്തെ പ്രസ്താവിക്കുക, അവിടുത്തെ കൈവേലയെ പ്രസിദ്ധമാക്കുക, വാക്കുവഴിക്കുന്നു, അറിവ് നൽകുന്നു, ഭൂമിക്ക് ജീവൻ പകർന്നു, ശാന്തി വരുത്തുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പരിസ്ഥിതി ഞായറാഴ്ച നമ്മുടെ ജലം സംരക്ഷിക്കുവാനും വായു സംരക്ഷിക്കുവാനും മണ്ണ് സംരക്ഷിക്കുവാനും സാധ്യമായി തീരണം. നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ മനസ്സിലറിഞ്ഞ് പ്രവർത്തിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ എന്നെ നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസ്ഥാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് അപ്പോസ്തലിക വിശ്വാസം പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവ പരിശുദ്ധാത്മാവിനാൽ ജനിച്ചു, പൊന്തിയോസ് പിലാത്തിന്റെ കീഴിൽ അടക്കപ്പെട്ടു, അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചു, അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി, സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. അവിടെ ചുമലരി മരിച്ചു നയിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. വിശുദ്ധ സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാവമോചനത്തിലും ശരീരത്തിന്റെ പുനരുത്ഥാനത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവനാമത്തിനു മഹത്വം ഉണ്ടാകട്ടെ. വിശുദ്ധ ആരാധനയിൽ സംബന്ധിക്കുന്ന ഏവരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ നന്ദി സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. നോട്ടീസായി ചില കാര്യങ്ങൾ അറിയിച്ചു കൊള്ളട്ടെ. അടുത്ത ഞായറാഴ്ച സൂം പ്ലാറ്റ്ഫോമിലൂടെ നമ്മുടെ ആരാധന 9 AM ആരംഭിക്കുന്നു. എല്ലാവരുടെയും സഹകരണം ഞാൻ ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ പുതിയ അധ്യയന വർഷം ആരംഭിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കഴിഞ്ഞ 2 ഞായറാഴ്ചകളായി പ്രാർത്ഥിച്ചു. അതുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും ആവശ്യമായ പ്രോത്സാഹനം നൽകുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികമായി സഹകരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമായ നന്ദി സ്നേഹം ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. ഈ നാളുകളിൽ ഇതിനുവേണ്ടി അധ്വാനിക്കുന്ന പ്രയത്നിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നാൽ നമ്മുടെ സഭാവിശ്വാസികളിൽ ചിലരെങ്കിലും ഇപ്പോഴും ഈ പ്രോജക്റ്റിനോട് സഹകരിക്കാതെ നിൽക്കുന്നതായ സാഹചര്യമുണ്ട്. അത് ശരിയായ ഒരു പ്രവണതയല്ല. കാരണം ആദിമ സഭയുടെ പഠിപ്പിക്കലുകളിൽ എല്ലാം പൊതുവക എന്ന് എണ്ണിക്കൊണ്ട് ഒരുമിച്ച് അധ്വാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് പല സഭകളും ഉണ്ടായത്. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നതായ അവസരങ്ങളെ നഷ്ടമാക്കാതെ ദൈവനാമത്തിനായി പ്രവർത്തിക്കാൻ സാധിക്കണം. ഒരുപക്ഷെ കോവിഡ് കാലഘട്ടമാണ്, സാമ്പത്തികമായി പ്രതിസന്ധി ഉണ്ടെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഈ ഒരു അവസരം
നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ നാം ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പ്രോജക്റ്റിന് വേണ്ടി അധ്വാനിക്കുന്നുവെങ്കിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഞാൻ എൻ്റെ അനുഭവം തന്നെ സാക്ഷ്യമായി പറയുകയാണെങ്കിൽ, ഏതാണ്ട് കമ്മിറ്റിക്കാർ ഏതാണ്ട് 40 ലക്കി ഡ്രോ ബുക്കാണ് തന്ന് വിട്ടത്. അതിലൊരു 35 എണ്ണം പലയിടത്തും ഏൽപ്പിച്ചു. 4 ബുക്കിൻ്റെ കംപ്ലീറ്റ് പൈസ ലഭിക്കുകയുണ്ടായി. കോവിഡ് കാലഘട്ടമാണ്. എനിക്ക് വേണേൽ പറയാം എൻ്റെ പിതാവ് മരണപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലയിൽ ദൈവത്തോട് നാളെ ഇന്നലെ കണക്ക് ബോധിപ്പിക്കേണ്ടവനാണ് എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. എന്നാൽ മനസ്സറിഞ്ഞ് സഹായിക്കുന്ന, പ്രവർത്തിക്കുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട് നമ്മുടെ സഭയിൽ. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് ഈ നാളിൽ ഇതിനുവേണ്ടി അധ്വാനിക്കുന്ന ഏവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടിയില്ലെങ്കിൽ തലമുറയെ അനുഗ്രഹിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുക. അതുകൊണ്ട് ഡൊണേഷനായി ലഭിച്ചത് ഞാൻ വായിക്കട്ടെ. ഷാലിൻ ജോസ് കെയർ ഓഫ് കോശി തോമസ് 10,000 രൂപ. ബെബിൻ ഈശോ തോമസ് കെയർ ഓഫ് കോശി തോമസ് 50,000 രൂപ. കെവിൻ ജോസഫ് ആൻഡ് ബിനിത കെയർ ഓഫ് ബാബുപ്പിച്ചോൺ 25,543 രൂപ. ഷെറിൻ എലിസബത്ത് വർഗീസ് കെയർ ഓഫ് ബാബുപ്പിച്ചോൺ 25,000 രൂപ. ഈ രണ്ടുപേരും ജോസഫ് വർഗീസിന്റെ മക്കളാണ്. എബി അലക്സ് ആൻഡ് മേരി അലക്സ് കെയർ ഓഫ് ചെറിയാൻറ്റി ജോർജ് സാറ് 10,000 രൂപ. കൂടാതെ ബാപ്പി ജോൺ അങ്കിള് 1,00,000 രൂപയും നൽകിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ ഇൻകം എന്ന് പറയുന്നത് 2,20,543 രൂപയാണ്. ഈ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി സ്നേഹം ഞാൻ അറിയിക്കട്ടെ. നമുക്കറിയാം ഇന്ന് സാമ്പത്തിക ആവശ്യങ്ങൾ നിരവധിയാണ്. അതുകൊണ്ട് പ്രോമിസായി ലഭിച്ചിരിക്കുന്ന എമൗണ്ട് നൽകുകയാണെങ്കിൽ നമ്മുടെ പ്രോജക്റ്റ് ഒക്കെയും ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിക്കും. നമുക്കറിയാം പ്രയാസമുണ്ട്, പ്രതിസന്ധിയുണ്ട്. എങ്കിൽ ഈ പ്രയാസത്തിൻ്റെയും പ്രതിസന്ധിയുടെ മധ്യേ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോട് നാം അടുത്തു വരുന്നുവെങ്കിൽ ദൈവം സകലത്തിനും മതിയായവനാണ്. ലക്കി ഡ്രോ കൂപ്പണിനെ കുറിച്ച് റേച്ചൽ ആന്റിയുടെ കാര്യം പഞ്ചായത്ത് പറഞ്ഞ് 10,000 രൂപ നൽകിയിട്ടുണ്ട്. സൈബാൾ സച്ചി അനിത ചോള 5,500 രൂപ. കോശിപ്പി തോമസ് ജസ്റ്റിൻ തോമസിന്റെ 10,000 രൂപ. അങ്ങനെ 25,500 രൂപ കൂപ്പൺ ഇനത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ചർച്ചിൽ ഡൊണേഷൻ ചർച്ച് ബിൽഡിംഗ് 2,39,243 രൂപയും, ലക്കി ഡ്രോ കൂപ്പൺ 25,500 രൂപയും, ബർത്ത്ഡേ ഇനത്തിൽ 1000 രൂപയും, സൺഡേ ഓഫർ ടീ 5,500 രൂപയും, സ്പെഷ്യൽ താങ്ക്സ് ഓഫറിങ് 1000 രൂപയും, വിദ്യാരംഭം 1,500 രൂപയും വന്നിട്ടുള്ളൂ. നമുക്കറിയാം നമ്മൾ മറ്റ് പല കാര്യങ്ങൾക്കും വേണ്ടി ഓൺലൈനായിട്ട് പൈസ അടയ്ക്കുന്നവരൊക്കെയാണ്. ആമസോൺ ആണെങ്കിലും മറ്റ് എന്തെല്ലാം. സഭയുടെ കാര്യം വരുമ്പോൾ ഈ വിമുഖത കാട്ടുന്നത് ശരിയല്ല. അവസരങ്ങൾ ദൈവം നൽകുന്നതാണ്. അച്ഛൻ വഴക്ക് പറയല്ല. അതുകൊണ്ട് നമ്മൾ മറ്റു കാര്യങ്ങൾക്ക് വിനിയോഗിക്കുന്നതോടൊപ്പം തന്നെ ദൈവസനിൽ കൊടുത്ത് അനുഗ്രഹം പ്രാപിപ്പാൻ ശ്രമിക്കണം. കഴിഞ്ഞ ഹാർവസ്റ്റ് ഫെസ്റ്റിൻ്റെ 50,250 രൂപ ഇനിയും കിട്ടാനുണ്ട്. അത് നമ്മൾ ദൈവത്തോടുള്ള കമ്മിറ്റ്മെന്റിന്റെ ഭാഗമാണ്. ഇതാണ് നമ്മുടെ സഭയുടെ മുഖാന്തരങ്ങൾ എന്ന് പറയുന്നത്. 50,250 രൂപ കിട്ടാനെന്ന് പറഞ്ഞാൽ നമുക്കൊക്കെയും അത് കൊടുത്തു തീർക്കാനുള്ളതായ ആഗ്രഹം ഉണ്ടാകണം. അതുകൊണ്ട് ഞാൻ ഇത് ഒന്ന് അറിയിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണം അഭ്യർത്ഥിക്കുക. നമുക്കറിയാം വിദ്യാരംഭ പ്രാർത്ഥന നമ്മുടെ കുഞ്ഞുങ്ങളുടെ അവരുടെ ശോഭനമായ ഭാവിക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാം. എന്നാൽ വളരെ കൃത്യതയോടെ വ്യക്തതയോടെ ഓഫർ ടീ ആയിക്കോട്ടെ, താങ്ക്സ് ഗിവിംഗ് ആകട്ടെ, ഓൺലൈൻ ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ പേര് പറയണമെന്ന് ആഗ്രഹം ഞാൻ പറയുന്നില്ല. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അവരച്ഛനെയോ മറ്റുള്ളവരെല്ലാം നോക്കുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ് അവരിതെല്ലാം ചെയ്യുന്നത് എന്ന് എന്നോട് ഒരിക്കൽ പറയുണ്ടായി.
അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ ദൈവം നല്ലമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാനിപ്പോൾ ഹൈദരാബാദ് കഴിഞ്ഞ ദിവസം വന്ന് എത്തിച്ചേർന്നു. പാസയിലുണ്ട്. നിങ്ങളുടെ ഏത് ആവശ്യങ്ങൾക്കും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് കൺസ്ട്രക്ഷന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. കോവിഡ് 3ാം തരംഗത്തിന് മുമ്പെങ്കിലും അത് പൂർത്തീകരിക്കാനുള്ളതായ ആഗ്രഹം നമുക്കുണ്ടാകണം. അതുകൊണ്ട് ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബർത്ത്ഡേ ലിസ്റ്റ് വായിക്കുന്നു. മിസ്സസ് മോനി വർഗീസ്, മിസ്റ്റർ ബിബിൻ ജേക്കബ്, മിസ്റ്റർ അരൂപ് ചെറിയാൻ, മാസ്റ്റർ ജോഷുവ യോഹാൻ ഐസക്, മിസ് ലിയാൻഡ്ര സാറ അലക്സ്. അതിനുശേഷം വെഡിങ് ആനിവേഴ്സറി മിസ്സസ് ആൻഡ് മിസ്റ്റർ സ്റ്റീവൻ സി കോശി. ആദ്യം പാട്ടുപാടുന്ന സമയത്ത് ബർത്ത്ഡേ, അതിനുശേഷം വെഡിങ് ആനിവേഴ്സറി. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരം വിശുനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ജീവന്റെ പരിപാലകനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ ആഴ്ചയിൽ ജന്മദിനം കൊണ്ടാടുന്ന അവിടുത്തെ പ്രിയ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ ജനനം മുതൽ ഈ സമയം വരെയും അത്ഭുതകരമായ ദിശകരമായി ഈ ഭൂമിയുടെ പരപ്പിൽ സാക്ഷ്യമായി എൻ്റെ പ്രിയൻ വഴി നടത്തിയല്ലോ. കഴിഞ്ഞകാല ജീവിതത്തിൽ ഭാരങ്ങളിലും പ്രയാസങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളൊക്കെയും കടന്നു വന്നപ്പോൾ ഉള്ളം കരത്തിൽ വഹിച്ച് ബലപ്പെടുത്തിയ കൃപകൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യാതിനെ അത്യധികമായി ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ കൃപകളും അനുഗ്രഹങ്ങളും ചൊരിയണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പഠിക്കാൻ ആവശ്യമായ ബുദ്ധി, ജ്ഞാനം, വിവേകം പ്രദാനം ചെയ്യണമേ. കുടുംബസ്ഥരായ പ്രിയപ്പെട്ടവരെയും വിവിധ മേഖലകളിൽ അധ്വാനിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാം ദൈവം സമർപ്പിക്കുന്നു. നിന്റെ മക്കളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കണമെന്ന് യേശു തമ്പുരാന്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. വെഡിങ് ആനിവേഴ്സറി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു കാര്യം എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കിടും കൃപാനിധേ. യാചിക്കാത്ത നന്മകൾ പോലും എനിക്ക് ജിയോനെ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലും എനിക്ക് ജിയോനെ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സകല കുടുംബങ്ങൾക്കും കാരണഭൂതനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ ആഴ്ചയിൽ വിവാഹം ആഘോഷിക്കുന്ന സ്റ്റീവൻ സി ഘോഷ് ഞങ്ങളുടെയും സോഫി ആന്റിയും ദൈവം സമർപ്പിക്കുന്നു. അവരുടെ കുടുംബജീവിതത്തിൽ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു നാഥനെ. സന്താപകാലത്തും സന്തോഷകാലത്തും ദൈവത്തിൽ ആശ്രയം ജീവിപ്പാൻ അവിടെ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഭക്തനായ യോശുവ പറഞ്ഞ പോലെ ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് പറയാൻ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ യേശുവിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കിക്കൊണ്ട് യാത്ര ചെയ്യുവാൻ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവർക്ക് ദാനമായി നൽകിയിരിക്കുന്ന മക്കളെയും കൊച്ചുമക്കളെയും ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. ധാരാളമായിട്ടുള്ള നന്മകളെ ധന്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ദൈവമായ കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ കൃപകളും അനുഗ്രഹങ്ങളും പ്രാപിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയം ചെയ്യിപ്പാൻ അവൾ ശക്തിയെ സഹായിക്കുകയും ചെയ്യണമേ. അവിടുത്തെ പ്രിയ മക്കളെ സർവ്വോരു നന്മകളാൽ ധന്യമാക്കണമെന്ന് യേശു തമ്പുരാന്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. നമുക്ക് ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. നമ്മെ തന്നെ ദൈവങ്ങളിൽ സമർപ്പിക്കാം. വിശേഷാൽ ഈ വിശുദ്ധ ദിവസം സൂം പ്ലാറ്റ്ഫോമിലൂടെ ദൈവത്തെ ആരാധിപ്പാനും സ്തുതിപ്പാനും ദൈവം നൽകിയ എല്ലാ കൃപകൾക്കുമായി സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നമ്മുടെ CSI സഭയെ ഓർക്കാം, മറ്റു സഹോദരി സഭകളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. CSI സഭയ്ക്ക് നേതൃത്വം നൽകുന്ന മോഡറേറ്റർ, ഡെപ്യൂട്ടി മോഡറേറ്റർ, സിനഡ് ഭാരവാഹികൾ, എല്ലാ ബിഷപ്പുമാരെയും അവരുടെ ശുശ്രൂഷകളെയും ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വിശേഷാൽ മേഡക് ഡയസിന്റെ ബിഷപ്പായിരിക്കുന്ന റൈറ്റ് റവറൻഡ് ഡോക്ടർ S. സോളമൻരാജ് ബിഷപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. മധ്യകേരള മഹായിടവയ്ക്ക് നേതൃത്വം നൽകുന്ന റൈറ്റ് റവറൻഡ് ഡോക്ടർ മറിയൽ കോശി സാവുചെറിയാൻ തിരുമേനി ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ വൈദിക ശ്രേഷ്ഠരെയും ദൈവങ്ങളിൽ സമർപ്പിക്കാം. സുവിശേഷവേലായിരിക്കുന്ന ആ പ്രിയപ്പെട്ടവരെ ദൈവങ്ങളിൽ സമർപ്പിക്കാം. ഈ നാളുകളിൽ പല പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും വേദനകളിലും ഒക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരും ദൈവം സമർപ്പിക്കാം. നമ്മുടെ ഹൈദരാബാദ് CSI മലയാളം ഇടവകയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. നേതൃത്വം നൽകുന്ന ചർച്ച് കമ്മിറ്റികൾ, ബിൽഡിംഗ് കമ്മിറ്റികൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. വിശേഷാൽ നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ ദൈവങ്ങളിൽ സമർപ്പിക്കാം. ജൂലൈ മാസം ആരംഭത്തിൽ സൺഡേ സ്കൂൾ ആരംഭിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം പ്രിയ കുഞ്ഞുങ്ങളോടും പഠിപ്പിക്കുന്ന അധ്യാപകരോടും കൂടി ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഗായസംഘത്തിനായി സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് ഓൺലൈൻ ശുശ്രൂഷയ്ക്കായി പാട്ടുപാടി നൽകുന്ന പ്രിയപ്പെട്ടവർ ദൈവം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ യൂത്ത് മൂവ്മെന്റ് ഓർത്ത് പ്രാർത്ഥിക്കാം. ആയിരിക്കുന്ന ഇടങ്ങളിൽ സ്ഥാനങ്ങളിൽ ദേവാലയത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ അതിൻ്റെ മക്കളെ ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യുമെന്ന് പ്രാർത്ഥിക്കാം. വുമൻസ് ഫെലോഷിപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. രോഗാക്ഷീണാവസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവങ്ങളിൽ സമർപ്പിക്കാം. വിദേശത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും നാട്ടിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ഹൈദരാബാദ് ദേശത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ നാളുകളിൽ പഠനത്തിന് വേണ്ടി ഒരുങ്ങുന്ന പ്രിയപ്പെട്ടവർ, ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ, മാനസികമായും ശാരീരികമായും പ്രയാസങ്ങളും പ്രതിസന്ധികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം ദൈവങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ അങ്കിളുമാരെയും അഞ്ചിമാരെയും ദൈവങ്ങളെ സമർപ്പിക്കാം. വാർദ്ധക്യ സഹജമായ ക്ഷീണാവസ്ഥയിൽ കഴിയുന്ന പ്രിയപ്പെട്ടവർ ദൈവങ്ങളെ സമർപ്പിക്കാം. നമ്മുടെ ചെറിയ കുഞ്ഞു മക്കളെ ദൈവം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മക്കളെ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം തരുന്ന പ്രതിഫലമാകിയാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങളെ ദൈവം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ചിരകാല അഭിലാഷമായിരുന്ന ദേവാലയ പൂർത്തീകരണം അത് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സർവശക്തനായ ദൈവമേ അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കാൻ സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാം. സക്രിയ പ്രവാചകൻ സെരുബ്ബാബേലിനോട് പറഞ്ഞു, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിൻ്റെ ആത്മാവിനാൽ സഭ പണിയപ്പെടുവാൻ അവിടുന്ന് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കാം. കോവിഡ് രോഗത്താൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ദൈവം സമർപ്പിക്കുന്നു. ഈ നാളിൽ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. നിരാശയുടെ അനുഭവത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളെയും ദൈവത്തിൽ സമർപ്പിക്കാം. വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്ന പ്രിയപ്പെട്ടവരെയും ദൈവത്തിൽ സമർപ്പിക്കാം. നമ്മെ തന്നെ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം മൗനമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് രണ്ടാമത്തെ ലിത്യാനി ചേർന്ന് പ്രാർത്ഥിക്കാം. ഓരോ അപേക്ഷയുടെ പിന്നാലെ കർത്താവേ കരുണയുണ്ടാകണമെന്ന് പ്രതിവാക്യമായിട്ട് ഏറ്റുചൊല്ലാം. കർത്താവേ കരുണയുണ്ടാകണമെന്ന് പ്രതിവാക്യമായിട്ട് ഏറ്റുചൊല്ലാം. രണ്ടാമത്തെ ലിത്യാനി. മേലുള്ള സമാധാനത്തിനു വേണ്ടിയും നമ്മളുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. ലോക സമാധാനത്തിനു വേണ്ടിയും ദൈവത്തിന്റെ വിശുദ്ധരുടെ ക്ഷേമത്തിനു വേണ്ടിയും സകല മനുഷ്യരുടെ ഐക്യത്തിന് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. സഭാ മേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടിയും നമ്മുടെ മോഡർക്ക് വേണ്ടിയും ഉത്തരേന്ത്യ സഭയുടെ മോഡർക്ക് വേണ്ടിയും മർത്തോമാ സഭയുടെ മെത്രാപ്പൊലിത്തയ്ക്ക് വേണ്ടിയും നമ്മുടെ ബിഷപ്പുമാർക്ക് വേണ്ടിയും അവർ ശുദ്ധഹൃദയത്തോടെ നല്ല മനസ്സാക്ഷിയോടും കൂടെ തങ്ങളുടെ ശുശ്രൂഷയെ നിവർത്തിക്കേണ്ടതിന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. നമ്മുടെ രാജ്യത്തെ എല്ലാ ഭരണകർത്താക്കൾക്ക് വേണ്ടിയും അധികാരത്തിലുള്ള മറ്റെല്ലാവർക്കും വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. രോഗികൾക്കും കഷ്ടപ്പെടുന്നവർക്കും ദുഃഖിതർക്കും മരിക്കാർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. അഗതികൾക്കും വിശന്നിരിക്കുന്നവർക്കും അനാഥവർക്കും വിധവമാർക്കും പീഡ അനുഭവിക്കുന്നവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം നമുക്ക് വേണ്ടി ക്രിസ്തുവിന്റെ നാമം ഏറ്റു പറയുന്ന ഏവർക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. ഈ ഭൂമിയിൽ ദൈവത്തെ സേവിച്ച് ഇപ്പോൾ വിശ്രമിക്കുന്ന എല്ലാ ദൈവത്തന്മാരും കൂടെ തന്റെ അന്തമില്ലാത്ത സന്തോഷത്തിന്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നതിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. സർവശക്തനായ കർത്താവേ, നിന്റെ ആത്മാവ് ശരീരമാകുന്ന സഭയെ പരിശുദ്ധീകരിക്കുന്നുവല്ലോ. നിന്റെ വിശുദ്ധ സഭയിൽ എല്ലാവിധത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കഴിക്കുന്ന അപേക്ഷകളെയും പ്രാർത്ഥനകളെയും കൈക്കൊള്ളണമേ. അതിൽ ഓരോരുത്തരും അവനന്റെ വിളിയിലും ശുശ്രൂഷയിലും നിന്നെ സത്യത്തോടും ഭക്തിയോടും സേവിക്കേണ്ടതിന് ഞങ്ങളുടെ കർത്താവിന്റെ വിശുദ്ധവുമായ യേശു ക്രിസ്തു മൂലം കൃപ അരുളണമേ. ആമീൻ. നമുക്ക് കർത്താവിന്റെ പ്രാർത്ഥന ലോർഡ്സ് പ്രേയർ ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ നിന്റെ പോലെ ഭൂമിയിൽ ഞങ്ങളുടെ ആവശ്യമുള്ള ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ ദോഷങ്ങളെ രാജ്യവും ശക്തിയും ആമീൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസം സർഗവും നാം എല്ലാവരും കൂടെ ഇരിക്കുമാറാകട്ടെ. ഇപ്പോൾ നമ്മൾ കൺസെഷൻ പ്രയറിന് വേണ്ടി ഒരുങ്ങുകയാണ്. മിസ്സസ് മോനി വൈസ് ടീച്ചർ ഇപ്പോൾ പ്രയർ ലീഡ് ചെയ്യുന്നതാണ്. സങ്കീർത്തനം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരം വരണമാറാകട്ടെ. യാക്കോബിൻ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ.
സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ. നിന്റെ വഴിപാടുകളെ ഒക്കെയും അവൻ ഓർക്കട്ടെ. നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ കൊടി ഉയർത്തും. യഹോവ നിന്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ. പ്രാർത്ഥനയ്ക്കായി നമുക്കൊരുങ്ങാം. കാരുണ്യവാനായ കർത്താവെ, ഈ വിശുദ്ധ ദിവസത്തിന്റെ നല്ല സമയത്തിനായി നിനക്ക് സ്തോത്രം. കർത്താവെ, ഇന്ന് ആരാധനയിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ മഹാമാരിയുടെ മധ്യത്തിലും അടിയങ്ങളുടെ ആരാധന മുടങ്ങാതെ ഈ ക്രമീകരണം നടത്തി തരുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, അടിയങ്ങൾ ഈ സമയം തലവണങ്ങിയിരിക്കുന്ന ഒരു പ്രത്യേക ഉദ്ദേശത്തിനാണല്ലോ. അടിയങ്ങൾക്കായി അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് ഒരു ആലയം പണിയുവാനും അതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം അവിടുത്തെ കൃപയും കരുണയും ഞങ്ങളിൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, ഇതിനായി നേതൃത്വം വഹിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകന്റെ മേൽ കൂടുതൽ കരുണയും കൃപയും ഉണ്ടാകണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തണമേ. കൊച്ചമ്മയും മകനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളെ കുടുംബമായി അനുഗ്രഹിക്കണമേ. കർത്താവെ, അതുപോലെ തന്നെ ഞങ്ങളുടെ ബിൽഡിംഗ് കമ്മിറ്റി, ചർച്ച് കമ്മിറ്റി, മറ്റെല്ലാ സംഘടനകളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇവരെല്ലാവരും വിശ്വസ്തയോടുകൂടി എല്ലാ വർക്കുകളും ചെയ്യുവാനുള്ള കൃപ അവിടുന്ന് നൽകണമേ. അവരുടെ യാത്രയിലെല്ലാം നിന്റെ കരുണയും കൃപയും ഉണ്ടായിരിക്കണമേ. എൻ്റെ കർത്താവെ, ഈ പ്രോജക്റ്റ് ഏറ്റെടുത്തിരിക്കുന്ന കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഉദ്ദേശിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നിർമ്മാണം പൂർത്തീകരിക്കുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണമേ. ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാ വർക്കേഴ്സിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആവശ്യമായ ആയുസ്സും ആരോഗ്യവും അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ഈ മഹാമാരി അവരിൽ ആർക്കും തന്നെ പിടിപെടാതിരിപ്പാൻ കർത്താവെ നിന്റെ കരുണ അവരുടെ മേൽ ചൊരിയണമേ. നിന്റെ ആണിപ്പാടുള്ള കരങ്ങളാൽ അവരെ വഹിക്കണമേ. കർത്താവെ, കാലാവസ്ഥയെ അനുകൂലമാക്കി തീർക്കണമേ. കർത്താവെ, എല്ലാറ്റിനും ഉപരിയായി ഈ നിർമ്മാണ പ്രവർത്തനത്തിന് ആവശ്യമായ ഫണ്ട് കളക്ട് ചെയ്യുവാൻ അവിടുന്ന് സഹായിക്കണമേ. എമൗണ്ട് പ്രോമിസ് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം. അത് തക്ക സമയത്ത് കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം അടിയങ്ങളെ പ്രാപ്തരാക്കണമേ. ഈ കളക്ഷനുമായി സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ അവരെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ അവരെ വഴി നടത്തണമേ. കർത്താവെ, ഈ മഹാമാരി മൂലം പലർക്കും പലവിധമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ട്. കർത്താവെ, അതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കി തരണമേ. കർത്താവെ, ഞങ്ങളുടെ ഈ ദേവാലയം ആ പ്രദേശത്ത് ഒരു സാക്ഷ്യമുള്ള ആലയമായി തീരുവാൻ സംഗതിയാകണമേ. യാതൊരു ദുഷ്ടശക്തിയും ഇതിനെതിരായി പ്രവർത്തിക്കരുതേ ദൈവമേ. യാതൊരു തടസ്സവും ബുദ്ധിമുട്ടും ഉണ്ടാകാതെ നിർമ്മാണം പൂർത്തിയാക്കുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവ് നിറവുണ്ടാകണമേ. ദേവാലയ നിർമ്മാണത്തിനായി ഇതിനു മുൻപും പ്രയത്നിച്ചതായ എല്ലാ പ്രിയപ്പെട്ടവരെയും, എല്ലാ പട്ടക്കാരെയും, കമ്മിറ്റി മെമ്പേഴ്സിനെയും എല്ലാം പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ആലയം ഞങ്ങളുടെ തലമുറകൾക്ക് ഒരു അനുഗ്രഹമാക്കി തീർക്കണമേ. കർത്താവെ, അടിയന്റെ പ്രാർത്ഥനയിൽ വന്നുപോയ കുറ്റങ്ങളും കുറവുകളും അവിടുന്ന് പൊറുക്കണമേ. സകലവും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. കീർത്തനം 363, ഹിൻ നമ്പർ 363. ക്രിസ്തുവിൻ സ്നേഹത്തിൽ ചിത്തങ്ങളെ വാഴ്ത്തപ്പെട്ട
Priya Petro Munde Maya Jekyo Nida Bhayam Pratyasha Kapsada Unutangalko നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സൃഷ്ടാവും പരിപാലകനുമായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, വീണ്ടും ഒരു വിശുദ്ധ ദിവസം കൂടി ദാനമായി ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയതിനായി സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നതിനെ സൂം പ്ലാറ്റ്ഫോമിലൂടെ വിശുദ്ധ ആരാധനയിൽ സംബന്ധിച്ച എല്ലാ പ്രിയ മക്കൾക്കുമായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന അതിനെ നിന്റെ മക്കളായിരിക്കുന്ന ഇടങ്ങളിൽ സ്ഥാനങ്ങളിൽ ദൈവത്തിന്റെ അളവറ്റ കരുണയും കാവലും സംരക്ഷണവും കൂടി ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ പരിസ്ഥിതിയെ പ്രകൃതിയെ സംരക്ഷിക്കുവാനും ഞങ്ങൾ ലഭിച്ചിരിക്കുന്ന വിഭവങ്ങളെ താരതകളെ ശരിയാവണ്ണം വിനിയോഗിക്കാനും അവിടുന്ന് ശക്തിയിരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയിൽ രോഗാക്ഷീണാവസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. രോഗികൾക്ക് നല്ല വിധനായ യേശു കർത്താവ് പൂർണ്ണമായ വിടുതൽ ആശ്വാസം പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യസഹജമായ ക്ഷീണാവസ്ഥയിൽ കഴിയുന്ന ഞങ്ങളുടെ അങ്കിളുമാരെയും അച്ഛിമാരെയും ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. നാഥനെ, ഞങ്ങളുടെ ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇതുവരെയും വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന അതിനെ ഈ നാളിൽ സാമ്പത്തികമായി സഹകരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സമർപ്പിക്കുന്നു. നിന്റെ മക്കളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ചെറു കുഞ്ഞുങ്ങളെയും ദൈവം സമർപ്പിക്കട്ടെ. മക്കളെ നൽകുന്ന അവകാശവും ഉദരബലം തരുന്ന പ്രതിഫലമാകിയാൽ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന അതിനെ വിദേശത്തായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നാട്ടിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും എല്ലാം ദൈവം സമർപ്പിക്കുന്നു. ഈ നാളിൽ കോവിഡ് രോഗത്താൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ദൈവങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ വിടുതൽ ആശ്വാസം പ്രദാനം ചെയ്യണമേ. യേശുവിലേക്ക് നോക്കിയവർ ആശ്ചര്യരായി അവർ മുഖമോ ലജ്ജിച്ചു പോയിരുന്നില്ല. ലജ്ജികാത്ത സാക്ഷിയായി നിലകൊള്ളുവാൻ ചെയ്യിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും ശക്തിയെ സഹായിക്കുകയും ചെയ്യണമെന്ന് യേശു തമ്പുരാന്റെ നാമത്തിൽ അവിടുന്ന് യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. ആത്മാവോടെയും നമുക്ക് സമാധാനത്തോടെ പോകാം. കർത്താവ് നാം തന്നെ ശുശ്രൂഷ പൂർണ്ണമാകുന്നു. താങ്ക് യു അച്ഛ. താങ്ക് യു കോശി. താങ്ക് യു. താങ്ക് യു.